അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലൈക്കർ അമ്നി അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ പ്ലാസന്റിൽ എന്തായിരുന്നു ഹോർമോൺസ്, പിന്നെ നമ്മൾ അതിന്റെ ഫീറ്റൽ മെംബ്രെയിൻസ് അല്ലെ, അമ്നിയോൺ, കോറിയോൺ, യോക് സാക്ക്, അലാൻഡോയിൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലൈക്കർ അമ്നി അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെ. അതായത് നമുക്കറിയാം എന്താണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. നമ്മുടെ ഗർഭാവസ്ഥയില് അല്ലെങ്കിൽ അമ്മയുടെ യൂട്രസില് കുഞ്ഞ് കിടക്കുന്നത് എന്താണ്, ഒരു ഫ്ലൂയിഡ് മെംബ്രെയിനകത്താണ് കുഞ്ഞ് കിടക്കുക അല്ലെ. അതുകൊണ്ടാണ് കുഞ്ഞ് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ടൊക്കെ ഈ ഫ്ലൂയിഡ് ആക്ട് ചെയ്യും. ഇങ്ങനെ ഒരു ഫ്ലൂയിഡിനകത്താണ് കുഞ്ഞ് കിടക്കുക അല്ലെ. സോ ലിക്വർ അമ്നി അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുക എന്താണ്, പ്രൊട്ടക്റ്റീവ് ലിക്വിഡ് ആണത്. പ്രൊട്ടക്റ്റീവ് ലിക്വിഡ് കണ്ടെയ്ൻഡ് വിത്തിൻ ദ അമ്നിയോട്ടിക് സാക്ക്. ഒരു സാക്ക് ഉണ്ട്, അതിനകത്ത് സാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ കവറിഞ്ഞ് പോലെ അല്ലെ, ഒരു കവറിഞ്ഞുണ്ട്, അതിനകത്ത് എന്ത് സംഭവിക്കും, അതിനാണ് നമ്മൾ അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയുക. അതിനകത്തൊരു ലിക്വിഡ് ഉണ്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഉണ്ട്. സോ അതിലാണ് കുഞ്ഞിങ്ങനെ കിടക്കുക അല്ലെ. സോ പ്രൊട്ടക്റ്റീവ് ലിക്വിഡ് കണ്ടെയ്ൻഡ് വിത്തിൻ ദ അമ്നിയോട്ടിക് സാക്ക് ദാറ്റ് സറൗണ്ട്സ് ദ ഫീറ്റസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. കേട്ടോ, പ്രഗ്നൻസിയുടെ സമയത്ത് ഫീറ്റസിനെ സറൗണ്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുക. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഫീറ്റൽ ഡെവലപ്മെന്റ്. കേട്ടോ, അതായത് ഫീറ്റൽ ഡെവലപ്മെന്റിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റോള് ഇത് വഹിക്കുന്നുണ്ട് ബൈ പ്രൊവൈഡിങ് കുഷൻ. ഇത് കുഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എനേബിളിംഗ് ഗ്രോത്ത്. കേട്ടോ, ഗ്രോത്തിനെ എനേബിൾ ചെയ്യുന്നുണ്ട്, ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരാണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. സോ ഫോർമേഷൻ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്, ഫ്രം അമ്നിയോൺ ഓഫ് പ്ലാസന്റ. കേട്ടോ, പ്ലാസന്റയിലുള്ള അമ്നിയോണിൽ നിന്നാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കേട്ടോ, അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്, അമ്നിയോണും കോറിയോണും നമ്മൾ പഠിച്ചല്ലോ, അതിൽ അമ്നിയോണിൽ നിന്നാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലുള്ള ഉള്ളത്. ഒന്നാമതായിട്ട് ഫീറ്റൽ സ്കിൻ ഉണ്ട്. ഫീറ്റൽ സ്കിൻ എന്ന് പറയുമ്പോൾ അതാണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിന്റെ മെമ്പറൈൻസ് ഒക്കെ മാറി ഇരിക്കുന്നു അല്ലെ. സോ അതുകൊണ്ടാണ് ഫീറ്റൽ സ്കിന്ന് വരുന്നുണ്ട്. നെക്സ്റ്റ്, അംബ്ലിക്കൽ കോഡ് ഉണ്ട്. പിന്നെ ഫീറ്റൽ യൂറിൻ ഉണ്ട്. എപ്പോഴാണ്, ടേം ആകുമ്പോൾ അതായത് 36 ആഴ്ച കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഫീറ്റൽ യൂറിൻ കൂടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ വരുന്നു. സോ ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. ടേമില് ഫീറ്റൽ യൂറിൻ ഔട്ട്പുട്ട്. കേട്ടോ, ടേമില് ഫീറ്റൽ യൂറിൻ ഔട്ട്പുട്ട് എത്രയാണ്, 400 മുതൽ 1200 ml per day. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേമില് ഫീറ്റൽ യൂറിൻ ഔട്ട്പുട്ട് എത്രയാണ്, 400 to 1200 ml per day. Then fetus swallows എത്രയാണ്, 500 to 1000 ml of amniotic fluid. കേട്ടോ, അതായത് ഫീറ്റസ് ഈ ഫ്ലൂയിഡ് swallow ചെയ്യുന്നു. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 12 ആഴ്ച, അതായത് 3 മാസം ആകുമ്പോഴത്തേക്ക് ഫീറ്റസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് swallow ചെയ്യാൻ തുടങ്ങും. എത്രയാണ്, 500 മുതൽ 1000 ml വരെ, 1/2 ലിറ്റർ മുതൽ 1 ലിറ്റർ വരെയുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഫീറ്റസ് swallow ചെയ്യുന്നു. നെക്സ്റ്റ്, പ്രഷർ വിത്തിൻ ദ അമ്നിയോട്ടിക് ക്യാവിറ്റി. അമ്നിയോട്ടിക് ക്യാവിറ്റിയുടെ പ്രഷർ എത്രയാണ്, 5 to 9 millimeters of mercury. കേട്ടോ, 5 to 9 millimeters of mercury ആണ് പ്രഷർ വിത്തിൻ ദ അമ്നിയോട്ടിക് ക്യാവിറ്റി. Then amniotic fluid is continuously changed and replaced every 3 hours. ഓരോ 3 മണിക്കൂർ ആകുമ്പോഴത്തേക്കും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആകുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ആയി വരുന്നുണ്ട്. നെക്സ്റ്റ്, പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ. pH of amniotic fluid helps to differentiate it from acidic pH of vaginal discharge. അതായത് മനസ്സിലായോ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാല് ഈ അമ്നിയോട്ടിക് സാക്കിനകത്താണ് ഉള്ളത്. അപ്പം ഈ ടേമായി ലേബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ മെംബ്രെയിൻ റപ്ചർ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫ്ലൂയിഡ് താഴേക്ക് വരും, അല്ലെങ്കിൽ പെർ വജൈനലി ഫ്ലൂയിഡ് വരും. അപ്പൊ ഈ ഫ്ലൂയിഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണോ, അതോ എന്തെങ്കിലും വജൈനൽ ഡിസ്ചാർജ് ആണോ, അതോ ഇനി യൂറിൻ ആണോ എന്നൊക്കെ നമുക്ക് അതിനെ കൺഫേം ചെയ്യണം. എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ലേബർ പ്രോഗ്രസ് ആവുന്നു അല്ലെങ്കിൽ ലേബർ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. സോ അതിനു വേണ്ടി എന്താണ്, pH, അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ pH അല്ലെങ്കിൽ ഈ വരുന്ന പെർ വജൈനലിൽ വരുന്ന ഡിസ്ചാർജിന്റെ pH നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും എവിടെ നിന്നാണ് ഇത് പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണോ സംഭവിച്ചിട്ടുള്ളത് എന്നത്. കേട്ടോ, സോ അതാണ് ഇവിടെ പറയുന്നത്.
നെക്സ്റ്റ് ഇതിനു വേണ്ടി, അതായത് ഈ വരുന്ന ഫ്ലൂയിഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണോ അതോ വജൈനൽ ഡിസ്ചാർജ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് നൈട്രസിൻ പേപ്പർ ടെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, സിംഗർ ആൽക്കലി ഡീനാച്ചുറേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ APT ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലേ. അതെന്തായിരുന്നു, വാസോ പ്രീവിയ ആണോ പ്ലാസന്റ പ്രീവിയ ആണോ ബ്ലീഡിംഗ് എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇവിടെ എന്താണ്, നൈട്രസിൻ പേപ്പർ ടെസ്റ്റ് ഉണ്ട്. നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണോ വജൈനൽ ഫ്ലൂയിഡ് ആണോ എന്ന് അറിയാനാണ്. സോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അതായത് പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിനിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വന്നു കഴിഞ്ഞാൽ നൈട്രസിൻ പേപ്പർ ടേൺസ് ബ്ലൂ ഡ്യൂ ടു ആൽക്കലൈൻ pH. കേട്ടോ, ആൽക്കലൈൻ pH കാരണം എന്ത് ചെയ്യുന്നു, ഈ നൈട്രസിൻ പേപ്പർ ബ്ലൂ ആയിട്ട് മാറുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണെങ്കിൽ കേട്ടോ, AB എന്ന് പഠിച്ചാൽ മതി. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണെങ്കിൽ ബ്ലൂ ആയിട്ട് മാറുന്നു കേട്ടോ. അതേസമയം വൈജൈനൽ pH ആണെങ്കിലോ, വൈജൈനൽ ഫ്ലൂയിഡ് ആണെങ്കിലോ നൈട്രസിൻ പേപ്പർ റിമെയിൻസ് യെല്ലോ. അസിഡിക് pH ആയതുകൊണ്ട് തന്നെ നൈട്രസിൻ പേപ്പർ യെല്ലോ ആയിട്ട് തന്നെ നിൽക്കും. VY കേട്ടോ, വൈജൈനൽ ഫ്ലൂയിഡ് ആണെങ്കിൽ യെല്ലോ ആയിട്ട് തന്നെ നിൽക്കും ഡ്യൂ ടു അസിഡിക് pH. ഏതാണ് നൈട്രസിൻ പേപ്പർ ടെസ്റ്റ്. നെക്സ്റ്റ്, മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്തൊക്കെയാണ്? സോ ആദ്യം ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ഏർലി വീക്ക് ഓഫ് പ്രഗ്നൻസിയിലാണെങ്കിൽ മെറ്റേണൽ പ്ലാസ്മ കേട്ടോ, അമ്മയുടെ പ്ലാസ്മയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ ആയിട്ട് വരിക. അതേസമയം 12 to 20 വീക്സ് കേട്ടോ, 12 മുതൽ 20 ആഴ്ചയാണെങ്കിൽ ഫീറ്റൽ സ്കിൻ ആണ് മേജർ കോൺട്രിബ്യൂട്ടർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആയിട്ട് വരിക. മോർ ദാൻ ഓർ ഈക്വൽ ടു 20 വീക്സ്, 20 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫീറ്റൽ യൂറിൻ കേട്ടോ. 20 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ യൂറിൻ ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ ആയിട്ട് വരിക. ചോദിക്കാം കേട്ടോ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഫീറ്റൽ യൂറിൻ ആണ്. യൂറിൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ഫീറ്റസ് അറ്റ് 12 വീക്സ്. ഇമ്പോർട്ടന്റ് ആണ്. 12 ആഴ്ച അതായത് 3 മാസം ആകുമ്പോൾ ഫീറ്റസിലെ യൂറിൻ പ്രൊഡക്ഷൻ കേട്ടോ, യൂറിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോഴാണ്, 12 വീക്സിൽ ഫീറ്റസിന്റെ യൂറിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, കെരാറ്റിനൈസേഷൻ ഓഫ് ഫീറ്റൽ സ്കിൻ കേട്ടോ, സ്കിൻ അതായത് ഫീറ്റൽ സ്കിന്നിന്റെ കെരാറ്റിനൈസേഷൻ അല്ലെങ്കിൽ തിക്കനിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 22 to 25 വീക്സ് കേട്ടോ, 22 മുതൽ 25 ആഴ്ച, പ്രഗ്നൻസിയുടെ 22 മുതൽ 25 ആഴ്ച ആകുമ്പോഴത്തേക്കാണ് കെരാറ്റിനൈസേഷൻ ഓഫ് ഫീറ്റൽ സ്കിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, നോർമലി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളർലെസ്. ഇമ്പോർട്ടന്റ് ആണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നോർമലി കളർലെസ് ആണ്. ബട്ട് ടേം ആകുമ്പോൾ അത് സ്ട്രോ കളേർഡ് ആയിട്ട് മാറും കേട്ടോ. ടേം ആകുമ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സ്ട്രോ കളേർഡ് ആയിട്ട് മാറും. നോർമലി ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് കളർലെസ് ആണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളർലെസ് ആണ്. നെക്സ്റ്റ്, അബ്സോർപ്ഷൻ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണെങ്കിലോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കെപ്റ്റ് ഇൻ ബാലൻസ് ബൈ ദ ഫീറ്റസ്. ഫീറ്റസ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ ഒരു ബാലൻസിൽ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ അബ്സോർപ്ഷൻ ത്രൂ അമ്നിയോൺ കവറിംഗ് ഓഫ് ദ പ്ലാസന്റ ആൻഡ് അംബിലിക്കൽ കോഡ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്ത് പോകുന്നു. ഏത് വഴിയാണ്, ത്രൂ അമ്നിയോൺ, അതായത് പ്ലാസന്റയിലും അംബിലിക്കൽ കോഡിലുള്ള അമ്നിയോൺ വഴിയാണ് ഇത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്ത് പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ഒന്ന് pH അത് 7.2 to 7.4 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 1.008 to 1.010. Then rate of turnover of amniotic fluid എന്ന് പറഞ്ഞാൽ 500 ml per hour. ഒരു മണിക്കൂറിൽ 500 ml വെച്ച് ടേൺ ഓവർ ആയിട്ട് വരുന്നുണ്ട്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ഇൻ 3 hours. 3 മണിക്കൂറിൽ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്ത് പോകുന്നു. ഓസ്മോളാലിറ്റി കേട്ടോ, ഓസ്മോളാലിറ്റി എത്രയാണ്, 250 milliosmoles per liter കേട്ടോ, 250 milliosmoles per liter ആണ് ഓസ്മോളാലിറ്റി ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി എത്രയാണ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി 295 milliosmoles per liter ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ബ്ലഡിന്റേത്. ദെൻ യൂറിൻ ഓസ്മോളാലിറ്റി 300 മുതൽ 1300 milliosmoles per liter. ബ്ലഡിന്റെ 275 to 375 അല്ലേ. അന്നത്തെ എക്സാമിന് ചോദിച്ചിരുന്ന കറക്റ്റ് ആൻസർ 295 milliosmoles per liter ആയിരുന്നു. നോർമലി കളർലെസ് ആണ്. ഇഫ് പെയിൽ സ്ട്രോ കളേർഡ് മീൻസ് ഡീസ്കോമേറ്റഡ് സെൽസ് ഫ്രം ദ സ്കിൻ, അതായത് കുഞ്ഞിന്റെ സ്കിന്നിൽ നിന്നുള്ള സെൽസ് കാരണമാണ് സാധാരണ പെയിൽ സ്ട്രോ വരിക. ടർബിഡ് വെർണിക്സ് കേസിയോസ വന്നിട്ടുണ്ടെങ്കിൽ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ടർബിഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അബ്നോർമൽ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു നോർമലി എന്താണ്, നോർമലി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളർലെസ് ആണെന്ന് പറഞ്ഞു. ആ ടേം ആകുമ്പോഴത്തേക്ക് സ്ട്രോ കളേർഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വൈക്കോലിന്റെ നിറം അല്ലെ, സ്ട്രോ കളേർഡ് ആണെന്ന് പറഞ്ഞു. സോ നോർമൽ കളർ എന്ന് പറയുമ്പോൾ ഒന്ന് മെക്കോണിയം സ്റ്റെയിൻഡ് അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് കേട്ടോ. മെക്കോണിയം സ്റ്റെയിൻഡ് അല്ലെങ്കിൽ ഗ്രീൻ കളർ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീറ്റൽ ഡിസ്ട്രസ്. ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫീറ്റൽ ഡിസ്ട്രസ്സിലെ മെക്കോണിയം സ്റ്റെയിൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് ആയിരിക്കാം. കൂടാതെ ബ്രീച്ച് പ്രസന്റേഷൻ, ട്രാൻസ്വേഴ്സ് ലൈ നമ്മൾ പറയുവേ. നോർമൽ ലൈ എന്ന് പറഞ്ഞാൽ യൂട്രസ് ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇങ്ങനെ തന്നെ കിടക്കും.
ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ എന്ന് പറയും. അപ്പൊ യൂട്രസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞ് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ട്രാൻസ്വേഴ്സ് ലൈൻ എന്ന് പറയും. പിന്നെ ലിസ്റ്റീരിയ ഇൻഫെക്ഷൻ, അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇതിലൊക്കെ മെക്കോണിയം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആയിരിക്കും. അടുത്ത് വരിക രണ്ടാമത്തേത് ഗോൾഡൻ കളർ അല്ലെങ്കിൽ ബിലിറൂബിൻ കേട്ടോ. ഗോൾഡൻ കളർ ഏതിലാ വരിക? ഗോൾഡൻ കളർ വരിക RH ഇൻകോമ്പാറ്റബിലിറ്റി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോൾഡൻ കളർ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എവിടെ വരിക? RH ഇൻകോമ്പാറ്റബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഡാർക്ക് കളേർഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഏതിലാണ്? കൺസീൽഡ് ആക്സിഡന്റൽ ഹെമറേജ്, അതായത് ഹെമറേജ് വന്നു പക്ഷെ അത് കൺസീൽഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡാർക്ക് കളേർഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. പിന്നെയുണ്ട് ഡാർക്ക് ബ്രൗൺ കളർ ഓർ ടൊബാക്കോ ജ്യൂസ് ഏതിലാണ്? ഇൻട്രായൂട്രൈൻ ഡെത്ത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ടൊബാക്കോ ജ്യൂസ് ഏതിലാണ്? ഇൻട്രായൂട്രൈൻ ഡെത്ത്. നെക്സ്റ്റ് സാഫ്രൺ കളേർഡ് ഇമ്പോർട്ടന്റ് ആണ്. സാഫ്രൺ കളേർഡ് അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ, യെല്ലോയിഷ് ഗ്രീൻ കേട്ടോ. സാഫ്രൺ കളേർഡ് അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രീൻ ഏതിലാണ്? പോസ്റ്റ് മെച്യൂരിറ്റി, പോസ്റ്റ് ടേം പ്രഗ്നൻസി, പോസ്റ്റ് ഡേറ്റഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആഴ്ച ആഫ്റ്റർ 40 വീക്സ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ പോസ്റ്റ് മെച്യൂരിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് അല്ലെങ്കിൽ പോസ്റ്റ് ടേം പ്രഗ്നൻസി എന്ന് പറയുക. അവിടെ സഫ്രോൺ കളേർഡ് അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രീൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡ് ആയിരുന്നു അത് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ പറഞ്ഞു. മെയിൻ ഫംഗ്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫീറ്റസ് ഡ്യൂറിംഗ് പ്രഗ്നൻസിയുടെ സമയത്ത് എന്ത് ചെയ്യും? ആക്ട് ആസ് ഷോക്ക് അബ്സോർബർ, ആക്ട് ആസ് എ കുഷൻ വിച്ച് പ്രൊട്ടക്ട് ദ ഫീറ്റസ് കേട്ടോ. കുഞ്ഞിനെ ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു കുഷനായിട്ട് വർക്ക് ചെയ്യുന്നു. മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ. ഡ്യൂറിംഗ് ലേബറിലാണെങ്കിലോ സെർവൈക്കൽ ഡയലേഷൻ കേട്ടോ, അതായത് ലേബറിന്റെ സമയത്ത് സെർവൈക്കൽ ഡയലേഷനും ഇൻഫെക്ഷൻ കൺട്രോളിനും ഒക്കെ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ടു അസസ് ദ ഫീറ്റൽ വെൽബീങ്, ഇമ്പോർട്ടന്റ് ആണ് ഫീറ്റൽ വെൽബീങ് അസസ് ചെയ്യാനായിട്ട്. ഇൻഡക്ഷൻ ഓഫ് അബോർഷൻ ബൈ ഇൻസ്റ്റലേഷൻ ഓഫ് ഹൈപ്പർടോണിക് യൂറിയ ആൻഡ് സലൈൻ, അതായത് അബോർഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഹൈപ്പർടോണിക് യൂറിയയും സലൈനും ഒക്കെ നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുക. ടു ഡയഗ്നോസ് ഒളിഗോ ആൻഡ് പോളിഹൈഡ്രാംനോസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒളിഗോഹൈഡ്രാംനിയോസും പോളിഹൈഡ്രാംനിയോസും ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം നമ്മൾ ചെക്ക് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. സോ വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, നോർമൽ വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എത്രയാണ്? 200 മുതൽ 2000 ml വരെ. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റൂലേ. നോർമൽ വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എത്രയാണ്? നോർമൽ വോളിയം 200 മുതൽ 2000 ml വരെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് 200 മുതൽ 2000 ml വരെയാണ് നോർമൽ. 10 വീക്സ് 10 ആഴ്ച ആകുമ്പോൾ എന്താണ്? 25 to 30 ml കേട്ടോ. 10 വീക്സ് ഓഫ് പ്രഗ്നൻസി 25 to 30 ml ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം. 12 വീക്സ് ആകുമ്പോൾ 50 ml ആകുന്നുണ്ട്. Then 16 വീക്സ് ആകുമ്പോൾ 250 ml, 20 വീക്സ് 400 ml. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് 32 വീക്സ്, അതായത് എന്താണ്? 8 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ 32 വീക്സ് ആകുമ്പോൾ 1 ലിറ്റർ ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അതാണ് മാക്സിമം കേട്ടോ. നമ്മള് നോർമൽ വോളിയം 200 മുതൽ 2000 പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും മാക്സിമം എത്തുന്ന എത്രയാണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം മാക്സിമം എത്തുക 32 വീക്സ് കേട്ടോ. 32 വീക്സിലാണ്, അതാണ് മാക്സിമം 1 ലിറ്റർ. ദെൻ അവിടെ നിന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം കുറഞ്ഞു വരുന്നു. പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുന്തോറും, പ്രഗ്നൻസിയുടെ വീക്ക് കൂടുന്തോറും 32 ആഴ്ചയിൽ നിന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം കുറഞ്ഞു വരുന്നു. 36 ആഴ്ചയിൽ അത് 900 ml 900 ml ആകുന്നു. 40 ആഴ്ചയാകുമ്പോൾ 800 ml ആകുന്നു. 42 ആഴ്ചയാകുമ്പോൾ 200 ml ആകുന്നു. ഇതാണ് പോസ്റ്റ് ടേം. 40 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ് ടേം എന്ന് പറയും. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കണ്ടമാനം കുറയുന്നു. സോ ആസ് ദ പ്രഗ്നൻസി അഡ്വാൻസസ് വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഡിക്രീസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോൾ, അതായത് 32 വീക്സിൽ നിന്ന് പിന്നെ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോ 1-2 കാര്യം ഞാൻ പറഞ്ഞു. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ നോർമൽ വോളിയം 200 മുതൽ 2000 എന്ന് പറഞ്ഞു. സോ 200-ൽ കുറയുകയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം. 200-ൽ കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒളിഗോഹൈഡ്രാംനിയോസ്. ഇമ്പോർട്ടന്റ് ആണ്. ഒളിഗോഹൈഡ്രാംനിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് 200 ml കുറയുന്നു. 2000 ml കൂടുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് 2000 ml കൂടുന്നു. നമ്മൾ എന്ത് പറയും? പോളിഹൈഡ്രാംനിയോസ്. ഇമ്പോർട്ടന്റ് ആണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് 2000 ml കൂടുന്നു. പോളിഹൈഡ്രാംനിയോസ്. സോ ഇതിനെ ഈ ഒളിഗോഹൈഡ്രാംനിയോസും പോളിഹൈഡ്രാംനിയോസും ഒക്കെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ USG ചെയ്യും അല്ലെ, അൾട്രാസോണോഗ്രഫി അല്ലെ. അൾട്രാസോണോഗ്രഫി ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ പറയുക. സാധാരണ പ്രഗ്നന്റ് മദേഴ്സിൽ നമ്മൾ പീരിയോഡിക്കലായിട്ട് USG ചെയ്ത് നോക്കാറുണ്ടല്ലേ. സോ അങ്ങനെ USG ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ ഒളിഗോഹൈഡ്രാംനിയോസ് ആണോ പോളിഹൈഡ്രാംനിയോസ് ആണോ എന്ന് പറയുക. നോർമൽ വോളിയം 200 മുതൽ 2000 ml ആണ്. 200
ml താഴെയാണെങ്കിൽ ഒളിഗോ ഹൈഡ്രാമിനോസ് എന്ന് പറയും, 2000 ml കൂടുതലാണെങ്കിൽ പോളി ഹൈഡ്രാമിനോസ് എന്ന് പറയും. സോ ഏത് ടെക്നിക്ക് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ്, USGന്റെ ഏത് ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിനാണ് സിംഗിൾ ഡീപ്പസ്റ്റ് പൂൾ എന്ന് പറയുക, അല്ലെങ്കിൽ SDP എന്ന് പറയും കേട്ടോ. SDP അല്ലെങ്കിൽ സിംഗിൾ ഡീപ്പസ്റ്റ് പൂൾ എന്താണ്, അതൊരു ടെക്നിക്കൽ ടെക്നിക്സ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ USG ടു അസസ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിത്തൗട്ട് അംബ്ലിക്കൽ കോഡ്. അംബ്ലിക്കൽ കോഡ് ഇല്ലാതെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വോളിയം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക് അൾട്രാസോണോഗ്രാഫിക് ടെക്നിക്കാണ് സിംഗിൾ ഡീപ്പസ്റ്റ് പൂൾ. അപ്പൊ നോർമൽ SDP എന്ന് പറഞ്ഞാൽ 2 to 8 സെന്റിമീറ്റർ ആണ് കേട്ടോ. നോർമൽ SDP സിംഗിൾ ഡീപ്പസ്റ്റ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 8 സെന്റിമീറ്റർ ആണ്. If SDP is less than 2 centimeter, it is called as oligohydramnios. If SDP is more than 8 centimeter, it is called as polyhydramnios. Important ആണ്. So amniotic fluid in the normal volume 200 മുതൽ 2000 ml ആണ്. 200 ml താഴെയാണെങ്കിൽ oligohydramnios എന്ന് പറയും, 2000 ml കൂടുതലാണെങ്കിൽ polyhydramnios എന്ന് പറയും. ഏത് ടെക്നിക്ക് വഴിയാണ് നമ്മൾ ഈ oligohydramnios polyhydramnios ഡയഗ്നോസ് ചെയ്യുന്നത്? USG ആണ്. അതിന്റെ ടെക്നിക്കാണ് സിംഗിൾ ഡീപ്പസ്റ്റ് പോൾ. നോർമൽ സിംഗിൾ ഡീപ്പസ്റ്റ് പോൾ അല്ലെങ്കിൽ SDP എന്ന് പറയുന്നത് 2 to 8 സെന്റിമീറ്റർ ആണ്. ലെസ് ദാൻ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഒളിഗോഹൈഡ്രാമിനോസ് എന്ന് പറയും, മോർ ദാൻ 8 സെന്റിമീറ്റർ ആണെങ്കിൽ പോളിഹൈഡ്രാമിനോസ് എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് കേട്ടോ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്. സോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വോളിയം ഡ്യൂറിംഗ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ സമയത്ത് ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കേട്ടോ, ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വോളിയം ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് പറയുക. അസസ്ഡ് യൂസിങ് സെയിം ആണ് അൾട്രാസോണോഗ്രാഫി കേട്ടോ. അൾട്രാസൗണ്ട് വഴിയാണ് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് assess ചെയ്യുക. an important parameter to evaluate fetal well-being and detect abnormalities in amniotic fluid. അതായത് ഫീറ്റൽ വെൽബീയിങ്, കുഞ്ഞ് ഓക്കെ ആണോ, കുഞ്ഞ് വെല്ലായിട്ട് കിടക്കുന്നുണ്ടോ എന്നറിയുക. അതുകൂടാതെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഒക്കെ ഉണ്ടോ എന്നറിയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്. നോർമൽ എത്രയാണ്, 5 to 25 സെന്റിമീറ്റർ കേട്ടോ. 5 to 25 സെന്റിമീറ്റർ ആണ് നോർമൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്. ലെസ് ദാൻ 5 അഗൈൻ ലെസ് ദാൻ 5 ആണെങ്കിൽ ഒളിഗോഹൈഡ്രാമിനോസ് എന്ന് പറയും, മോർ ദാൻ 25 ആണെങ്കിൽ പോളിഹൈഡ്രാമിനോസ് എന്ന് പറയും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് നേരത്തെ നമ്മൾ കണ്ടത് എന്തായിരുന്നു, SDP സിംഗിൾ ഡീപ്പസ്റ്റ് പൂൾ കേട്ടോ. സിംഗിൾ ഡീപ്പസ്റ്റ് പൂൾ എത്രയായിരുന്നു, 2 to 8 സെന്റിമീറ്റർ ആയിരുന്നു. ലെസ് ദാൻ 2 ആണെങ്കിൽ ഒളിഗോഹൈഡ്രാമിനോസ്, മോർ ദാൻ 8 ആണെങ്കിൽ പോളിഹൈഡ്രാമിനോസ്. ഇവിടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് നോർമൽ 5 to 25 സെന്റിമീറ്റർ, ലെസ് ദാൻ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഒളിഗോഹൈഡ്രാമിനോസ് എന്ന് പറയും, മോർ ദാൻ 25 ആണെങ്കിൽ പോളിഹൈഡ്രാമിനോസ് എന്ന് പറയും. ഇനി നമ്മൾ അബ്നോർമാലിറ്റീസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അതായത് ഒളിഗോഹൈഡ്രാമിനോസും പോളിഹൈഡ്രാമിനോസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. സോ ഒളിഗോഹൈഡ്രാമിനോസ് എന്താണ്, വോളിയം ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇസ് ലെസ് ദാൻ 200 ml. സോ ഒളിഗോഹൈഡ്രാമിനോസ് ഇസ് ഡിഫൈൻഡ് ആസ് ആബ്സെൻസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് 200 ml താഴെയാണെങ്കിൽ നമ്മൾ ഒളിഗോഹൈഡ്രാമിനോസ് എന്ന് പറയും. അവിടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് AFI ലെസ് ദാൻ 5 സെന്റിമീറ്റർ ആയിരിക്കും. മോസ്റ്റ് കോമൺ കോസ് ഓഫ് മൈൽഡ് ഒളിഗോഹൈഡ്രാമിനോസ് ഇഡിയോപ്പതിക് ആണ്, നമുക്ക് അറിയില്ല. മോസ്റ്റ് കോമൺ കോസ് ഓഫ് സിവിയർ ഒളിഗോഹൈഡ്രാമിനോസ് ഇമ്പോർട്ടന്റ് ആണ്. സിവിയർ ആയിട്ടുള്ള ഒളിഗോഹൈഡ്രാമിനോസിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്നാണ് കൺജനൈറ്റൽ മാൽഫോർമേഷൻ, എസ്പെഷ്യലി റീനൽ അനോമലി കേട്ടോ. കുഞ്ഞിന് റീനൽ അനോമലി ഉണ്ടെങ്കിൽ സാധാരണ എന്താണ്, സിവിയർ ഒളിഗോഹൈഡ്രാമിനോസ് ഉണ്ടാകും. സോ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സിവിയർ ഒളിഗോഹൈഡ്രാമിനോസ് എന്താണ്, കൺജനൈറ്റൽ മാൽഫോർമേഷൻ അല്ലെങ്കിൽ റീനൽ അബ്നോർമാലിറ്റീസ്. ദെൻ കോസസ് ഓഫ് ഒളിഗോഹൈഡ്രാമിനോസ് കേട്ടോ. ഒളിഗോഹൈഡ്രാമിനോസ് ഉണ്ടാകാനുള്ള കോസസ് എന്താണ്, ഞാൻ പറഞ്ഞു മോസ്റ്റ് കോമൺ കോസ് റീനൽ അനോമലി ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് സിവിയർ ഒളിഗോഹൈഡ്രാമിനോസ് റീനൽ അനോമലി എന്ന് പറഞ്ഞു. അത് കൂടാതെയുള്ള കോസസ് എന്തൊക്കെയാണ്, ഒന്ന് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കേട്ടോ. ചില ഡ്രഗ്സ്, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തറ്റേസ് ഇൻഹിബിറ്റേഴ്സ്, എക്സാമ്പിൾ എന്താണ്, ഇബുപ്രോഫിൻ ഒക്കെ പറയാം അല്ലെ, ഇബുപ്രോഫിൻ. സോ ഈ PG സിന്തറ്റേസ് ഇൻഹിബിറ്റർ അല്ലെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ്, എക്സാമ്പിൾ എന്താണ്, റാമിപ്രിൽ, എനാലേപ്രിൽ, കാപ്റ്റോപ്രിൽ ഒക്കെ. സോ ഈ ഡ്രഗ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഒളിഗോഹൈഡ്രാമിനോസ് ഉണ്ടാകാം. ദെൻ IUGA ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, കൂടാതെ ലീക്കിംഗ് ഓഫ് ഫ്ലൂയിഡ് എന്താണ്, അമ്നിയോസെന്റസിസ് അല്ലെങ്കിൽ കോറിയോണിക് വില്ല സാമ്പിളിങ്ങിനൊക്കെ നമ്മൾ ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാരണമുള്ള ലീക്കിംഗ് കാരണവും അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കുറയാം. കൂടാതെ മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രീ എക്ലാംസിയ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രീ എക്ലാംസിയ കാരണവും ഒളിഗോഹൈഡ്രാമിനോസ് ഉണ്ടാകാം. പിന്നെ പോസ്റ്റ് ടേം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പോസ്റ്റ് ടേം പ്രഗ്നൻസി കാരണം ഒളിഗോഹൈഡ്രാമിനോസ് ഉണ്ടാകാം. പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ PROM, കൂടാതെ ചില ക്രോമോസോമൽ അബ്നോർമാലിറ്റി ലൈക്ക് ട്രൈപ്ലോയിഡി, ട്രൈസോമി 13 എന്താണ്, ട്രൈസോമി 13
എന്താണ് പട്ടാവോ സിൻഡ്രോം അല്ലെ, ട്രൈസോമി 13 പട്ടാവോ സിൻഡ്രോം. ദെൻ ട്രൈപ്ലോയിഡി എന്താണ്, നമുക്ക് 69 പെയർസ് ഓഫ് ക്രോമസോംസ് ഉണ്ടാകും അല്ലെ. സോ ട്രൈപ്ലോയിഡിലും ഒക്കെ ഒളിഗോ ഹൈഡ്രോമിനോസ് ഉണ്ടാകാം. കൂടാതെ റീനൽ അനോമലി ഓഫ് ദ ഫീറ്റസ്, ഇതൊക്കെ എന്താണ് കോസസ് ഓഫ് ഒളിഗോ ഹൈഡ്രോമിനോസ് ആണ്. ചോദിക്കാമേ, എക്സാമിന് ചോദിക്കാം വിച്ച് among the following is not a cause, അല്ലെങ്കിൽ വിച്ച് among the following is a cause of ഒളിഗോ ഹൈഡ്രോമിനോസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഒളിഗോ ഹൈഡ്രോമിനോസ് എന്താണ്, യൂട്രസ് ഈസ് സ്മാളർ, യൂട്രസ് ചെറുതാകുന്നു, യൂട്രസിന്റെ സൈസ് ചെറുതാകുന്നു. എന്താണ്, ഫ്ലൂയിഡിന്റെ അളവ് കുറവാണ്, അപ്പൊ യൂട്രസിന്റെ സൈസ് നോർമലി ചെറുതാകും. ഫണ്ടൽ ഹൈറ്റ് ഈസ് ലോവർ ദാൻ ദ പീരീഡ് ഓഫ് അമെനോറിയ, അതായത് കുഞ്ഞിന്റെ ജസ്റ്റേഷണൽ ഏജ് വെച്ച് നോക്കുമ്പോൾ, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ജസ്റ്റേഷണൽ ഏജ് വെച്ചിട്ട് ഫണ്ടൽ ഹൈറ്റ് നമ്മൾ പഠിക്കും. അപ്പൊ ജസ്റ്റേഷണൽ ഏജ് വെച്ച് നോക്കുമ്പോൾ ഫണ്ടൽ ഹൈറ്റ് കുറവായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ഫണ്ടൽ ഹൈറ്റ് കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു ജസ്റ്റേഷണൽ ഏജ്. അതാണ് പീരീഡ് ഓഫ് അമെനോറിയ എന്ന് പറയുക. യൂട്രസ് ഈസ് ഫുൾ ഓഫ് ഫീറ്റസ്, യൂട്രസ് ചെറുതായിരിക്കും, അപ്പൊ എന്താണ്, കുഞ്ഞ് യൂട്രസ് നിറഞ്ഞ് കിടക്കും. ചാൻസസ് ഓഫ് മാൽ പ്രസന്റേഷൻ ഈസ് ഇൻക്രീസ്ഡ്, മാൽ പ്രസന്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. മാൽ പ്രസന്റേഷൻ നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. സോ മാൽ പ്രസന്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. സോ ഒളിഗോ ഹൈഡ്രോമിനോസിന്റെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്തൊക്കെയാണ്, ഒന്ന് ഫ്ലൂയിഡ് കുറവായത് കാരണം തന്നെ യൂട്രസ് ചെറുതാണ്, ഫണ്ടൽ ഹൈറ്റ് കുറവാണ് കമ്പയർഡ് ടു പീരീഡ് ഓഫ് അമെനോറിയ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഏജ്. ദെൻ യൂട്രസ് ഈസ് ഫുൾ ഓഫ് ഫീറ്റസ് യൂട്രസ് നിറഞ്ഞു കിടക്കുകയാണ്. കൂടാതെ മാൽ പ്രസന്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഒളിഗോ ഹൈഡ്രോമിനോസിന്റെ, ഒന്ന് ഫീറ്റൽ കോംപ്ലിക്കേഷൻ, അതായത് കുഞ്ഞിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, ഒന്ന് ഫീറ്റൽ അനോമലി കേട്ടോ, ഫീറ്റൽ അനോമലി ഉണ്ടാകാം. ദെൻ പൾമിനറി ഹൈപ്പോപ്ലേഷ്യ ഇമ്പോർട്ടന്റ് ആണ്, ഇതാണ് മോസ്റ്റ് കോമൺ ഫീറ്റൽ കോംപ്ലിക്കേഷൻ ഓഫ് ഒളിഗോ ഹൈഡ്രോമിനോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പൾമിനറി ഹൈപ്പോപ്ലേഷ്യ, അതായത് കുഞ്ഞിന്റെ ലങ്സിലെ സെൽസ് കേട്ടോ, ലങ്സിന്റെ സെൽസ് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. കൂടാതെ ലിംബ് ഡിഫോർമിറ്റീസ്, അതായത് ലൈക് ടാലിപ്പസ് കണ്ടോ, ക്ലഫ് ഫൂട്ട് പോലെയുള്ള ലിംബ് ഡിഫോർമിറ്റീസ് ഉണ്ടാകാം. എന്താണ് ഞാൻ പറഞ്ഞു, കുഞ്ഞുണ്ട് യൂട്രസിന്റെ അളവ് ചെറുതാണ്, യൂട്രസ് ചെറുതാണ്, അപ്പൊ കുഞ്ഞ് അത് യൂട്രസിനകത്ത് വളഞ്ഞു പുളഞ്ഞു കിടക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ലിംബ് ഡിഫോർമിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ IUGR ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളരാനുള്ള സ്പേസ് ഇല്ല, ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകാം കുഞ്ഞിന്. പിന്നെ കൂടാതെ തന്നെ മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം, അതായത് കുഞ്ഞിന് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകാം, അതുകൊണ്ട് തന്നെ മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം ഉണ്ടാകാം. സോ ഇതൊക്കെയാണ് ഫീറ്റൽ കോംപ്ലിക്കേഷൻ ഓഫ് ഒളിഗോ ഹൈഡ്രോമിനോസ്. നെക്സ്റ്റ് വരിക മെറ്റേണൽ കോംപ്ലിക്കേഷൻ. എന്തൊക്കെയാണ്, പ്രൊലോങ്ഡ് ലേബറിന്റെ ഡ്യൂറേഷൻ കൂടുക, ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് സിസേറിയൻ ഡെലിവറി ഡ്യൂ ടു മാൽ പ്രസന്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു മാൽ പ്രസന്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം കുഞ്ഞിന് കിടക്കാനായിട്ടുള്ള ഫ്ലൂയിഡിന്റെ അളവ് കുറവാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി ഡ്യൂ ടു മാൽ പ്രസന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്, നമുക്ക് ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഒളിഗോ ഹൈഡ്രോമിനോസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഇഫ് ഒളിഗോ ഹൈഡ്രോമിനോസ് ഒക്കേഴ്സ് ഇൻ തേർഡ് ട്രൈമസ്റ്റർ, മൂന്നാമത്തെ ട്രൈമസ്റ്ററിലാണ് ഒളിഗോ ഹൈഡ്രോമിനോസ് ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് സാധാരണ കൺസർവേറ്റീവ് മാനേജ്മെന്റിലേക്ക് പോകാം. എന്താണ് കൺസർവേറ്റീവ് മാനേജ്മെന്റ്, ഇൻക്രീസ് ഓറൽ ഇൻടേക്ക് ഓഫ് വാട്ടർ കേട്ടോ, ഓറൽ ഇൻടേക്ക് കൂട്ടുക. അമ്നിയോ ഇൻഫ്യൂഷൻ എന്താണ്, ഇൻസുലേഷൻ ഓഫ് നോർമൽ സലൈൻ ഇൻടു അമ്നിയോട്ടിക് ക്യാവിറ്റി, അമ്നിയോട്ടിക് ക്യാവിറ്റിയിലേക്ക് നോർമൽ സലൈൻ ഇൻഫ്യൂസ് ചെയ്യുക. പിന്നെ ഇൻഡിക്കേഷൻ ഓഫ് അമ്നിയോ ഇൻഫ്യൂഷൻ എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റ് ഓഫ് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട്. കൂടാതെ ടു ഡൈല്യൂട്ട് ഓർ വാഷ് ഔട്ട് മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്യുക, അതിനെ വാഷ് ഔട്ട് ചെയ്യുക. പിന്നെ റീനൽ എജനിസിസ് എന്താണ്, റീനൽ മാൽഫോർമേഷൻ, അതുകൂടാതെ പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ, ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻ ഓഫ് അമ്നിയോ ഇൻഫ്യൂഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ടെമ്പറേച്ചർ അറ്റ് വിച്ച് സലൈൻ ഈസ് ഇൻഫ്യൂസ്ഡ് ഫോർ അമ്നിയോ ഇൻഫ്യൂഷൻ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാം എക്സാമിന്, അമ്നിയോ ഇൻഫ്യൂഷന് നമ്മൾ യൂസ് ചെയ്യുന്ന സലൈന്റെ ടെമ്പറേച്ചർ എത്രയാണ്, 37 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയിരിക്കാം. അതുകൂടാതെ തന്നെ 250 ml ഓഫ് സലൈൻ ഇൻഫ്യൂഷൻ ഈസ് ഗിവൺ ഇൻ 30 മിനിറ്റ്സ്, 30 മിനിറ്റ്, അരമണിക്കൂർ കിട്ടുമ്പോൾ 250 ml കേട്ടോ, 250 ml സലൈൻ ഇൻഫ്യൂഷൻ നമ്മൾ അമ്നിയോ ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കണം കേട്ടോ.